അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏതാനും ആഴ്ചകൾ ചില പരീക്ഷണത്താൽ നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും ഉപദേശങ്ങൾ നൽകുവാനും സാധിക്കാതെ പോയി. പതിനായിരങ്ങളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ തൗഫീഖും കൊണ്ട് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ തൗഫീഖ് നൽകിയ റബ്ബിനെ സ്തുതിക്കുകയും പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം ഇരു ലോകത്തും സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ട് ലോകത്തെയും പരീക്ഷണത്തെ തൊട്ട് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന നല്ല സത്യവിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതേത് പരീക്ഷണങ്ങളെയും ഈമാനിൻ്റെ ശക്തി കൊണ്ട് തകർത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിൻ്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒത്ത് അള്ളാഹുവിൻ്റെ വാനലോകത്ത് സ്വർഗനരകങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രംഗം നമുക്കറിയാം. മുസ്ലിങ്ങളായ നമുക്കറിയാം, മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തു. ആ രംഗങ്ങളെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചില നിർദ്ദേശങ്ങൾ, വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ ആ മിഅ്റാജിൻ്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുകയുണ്ടായി. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് ആ ആയത്തിൻ്റെ സാരാംശത്തിലേക്കൊന്ന് പ്രവേശിക്കാം. അള്ളാഹു വിളിച്ചു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ കസീറൻ മിനൽ ളന്ന്, നിങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ച് ഊഹിക്കുന്നത്, അവരങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഊഹിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ആരെക്കുറിച്ചും നിങ്ങൾ ഊഹിച്ച് സംസാരിക്കരുത്. ഒരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും നിങ്ങൾ ഊഹിക്കരുത്. അവരുടെ സമ്പത്തിൻ്റെ മേഖല എങ്ങനെയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഊഹിച്ച് നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ സമ്പാദ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ പെണ്ണിട്ടിയത് എങ്ങനെയാണ്, അതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഊഹിച്ച് പറയരുത്. അത് അല്ലെങ്കിൽ അയാളുടെ ഇബാദത്ത് ഒക്കെ ആളുകളെ കാണിക്കാനുള്ളതാണ്. അതൊന്നും അള്ളാഹുമായി ഒരു ബന്ധവുമില്ലാത്ത ഇബാദത്തുകളാണ് എന്നൊന്നും നിങ്ങൾ ആരെക്കുറിച്ചും ഊഹിച്ച് പറയരുത്. അതാണ് അള്ളാഹ് വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കണം കസീറൻ മിനൽ ളന്ന്, മഹാഭൂരിപക്ഷം ഊഹങ്ങളെയും ഉപേക്ഷിക്കണം. എന്താ കാരണം? ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, ഊഹങ്ങളെല്ലാം പാപമാണ്. അത് പലപ്പോഴും പാപങ്ങളിലേക്ക് എത്തിച്ചു. വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്, ആരുടെയും രഹസ്യം ചുഴിഞ്ഞന്വേഷിക്കരുത്.
നമ്മളുടെ രഹസ്യം വിശുദ്ധമാക്കുക എന്നല്ലാതെ മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങൾ ചൊരിഞ്ഞന്വേഷിക്കരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ലുക്കും ബഅ്ല. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയുകയും മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കരുത്. എന്നിട്ട് അല്ല ചോദിക്കുകയാണ്, ഇതൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറയാണ്, ആ യുഹിബു അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത്ത. സ്വന്തം സഹോദരൻ മരിച്ച് മയ്യത്ത് എടുത്തു കെടുത്തിയാൽ ആ മയ്യത്ത് മാന്തി തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ അള്ളാൻ്റെ ചോദ്യമല്ലേ? അതിന് സമാനമാണ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുന്നത്. പരദൂഷണം പറയുന്നതും മയ്യത്ത് മാന്തി തിന്നുന്നതും ഒരുപോലെയാണെന്നാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തായിരുന്നാലും എത്ര വിശുദ്ധരായി ജീവിച്ചാലും മറ്റുള്ളവരെ പറ്റി നമ്മൾ അറിയാണ്ട് പറഞ്ഞു. നല്ല നിസ്കാരക്കാരും ഹജ്ജിന് പോയ ആൾക്കാരും തക്കവുള്ളവരാണെന്ന് നമുക്ക് തോന്നുന്ന ആളുകളൊക്കെ മെയിൻ പണി മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയലും മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൊരിഞ്ഞ് അതൊരിക്കലും ചെയ്യരുത്. അതിൻ്റെ കാരണം അതാണ്. അതിലേക്കാണ് ഞാൻ ഇന്നത്തെ വിഷയം വെളിച്ചം കിട്ടുന്നത്. അല്ല പറയാം, ആ യുഹിബു അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത്ത ഫകരിഹ്തുമുഹു. ആ മയ്യത്ത് മാന്തി തിന്ന് നിങ്ങൾ വെറുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വെറുക്കണം ഈ പ്രവർത്തനത്തെ. മയ്യത്ത് ശവം മാന്തി തിന്നത് പോലെ വെറുക്കേണ്ട ഒരു ദുസ്വഭാവമാണ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുക, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൊരിഞ്ഞന്വേഷിച്ച് അത് കണ്ടെത്തി അത് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക. ഈ പണി നിർക്കരുത്. അത് പറഞ്ഞ വെച്ചാൽ അല്ല പറയാം, വത്തഖുള്ള, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. തഖ്വക്കെതിരാണത്. ആ പ്രവർത്തനം തഖ്വക്കെതിരാ. ഇപ്പോൾ പരിശുദ്ധ റമളാൻ വരാൻ പോവുകയാണ്, തഖ്വൻ്റെ ആളുകളായി മാറാൻ പോവുകയാണ്. ആ തഖ്വ ഉള്ള ഇബാദത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ശുദ്ധി വരുത്തണം. ഏത്? നാവിൻ്റെ, മനസ്സിൻ്റെ. മറ്റുള്ളവരെ സംബന്ധിച്ച് നല്ലത് ചിന്തിക്കാനുള്ള കഴിവ് ഒരു മൂമിനായ മനുഷ്യർക്ക് നിർബന്ധമായി ഉണ്ടാവണം. അതില്ലാത്തടത്താണ് ഇന്നിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച നടന്ന പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു പെൺകുട്ടി വീഡിയോ എടുത്തിട്ട് പരത്തി ഒരു ചെറുപ്പക്കാരൻ വഫാത്തായതല്ല, ഓൻ്റെ ഈമാൻ്റെ കരുത്തില്ലാത്തത് കൊണ്ട് ഓൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. അതൊരു മുസ്ലിം പെൺകുട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് മറ്റുള്ളവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ വർഗമോ ഒന്നുമല്ല നമ്മളെ വിഷയം. നമ്മളെ വിഷയം നിങ്ങളിത് ചെയ്യാൻ പാടില്ലാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ ചൊരിഞ്ഞന്വേഷിക്കേണ്ട, നിങ്ങളത് പ്രചരിപ്പിക്കരുത്. വല യഗ്തബ് ബഅ്ലുക്കും ബഅ്ല. എന്നിട്ടല്ല പറഞ്ഞാൽ എന്താണ്? മയ്യത്ത് തിന്ന്. അപ്പോൾ മയ്യത്ത് കിട്ടിയില്ലേ? മയ്യത്ത് വന്നപ്പോൾ അല്ലേ? ഒരു മയ്യത്ത് വന്നില്ല ഇപ്പോൾ ഇതിൻ്റെ പേരിൽ. നമ്മൾ ന്യായീകരിച്ചും പറയണ്ട, അവർ ചെയ്യുന്ന തെറ്റാണെന്നും ശരിയാണെന്നൊന്നും പറയണ്ട. അല്ല പറഞ്ഞാൽ മതി, അല്ല എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ എന്താ പറഞ്ഞതറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ വിശദീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, കുന്ന ജുലൂസൻ ഇന്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഒരിക്കൽ നബിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫഖാമ റജുലുൻ. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പോയി. ഇനി എന്താ ഉണ്ടാകുക? ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ഇരിക്കാറില്ലേ? കൂടിയിരിക്കും. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയാൽ എന്താ ഉണ്ടാകുക? പിന്നെ അവിടെ നിങ്ങൾ ആലോചിച്ച് എന്താ ഉണ്ടാകുക? റസൂലിൻ്റെ കാലത്ത് ഉണ്ടായത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. വഖഅ ഫീ റജുലിൻ മിൻ ബഅദി. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തെ പറ്റിയായി ഈ സദസ്സിൻ്റെ സംസാരം അല്ലേ? ഒരാൾ പുറത്തു പോയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അയാളെ പറ്റിയാൽ തുടങ്ങുക അല്ലേ? എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാണ്. ആ വർത്താനം പറഞ്ഞ കൂടുന്ന ഒരാൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ അയാളെ പറ്റിയായി ചർച്ച. അപ്പോൾ ഫഖാൽ റസൂല, ഈ രംഗം കണ്ടപ്പോൾ റസൂല പറഞ്ഞു, തഹല്ലൽ, പോയി പല്ലേക്കുക. ആരോട്? ഇത് പറഞ്ഞ ആളോട്. ഇയാളെപ്പറ്റി പരദൂഷണം പറയാൻ തുടങ്ങിയ ആളോട് പല്ലേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി ചോദിച്ചു, ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹല്ലൽ. ഫഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ഒമാ തഹല്ലലു യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലെ ഞാൻ എന്തിനപ്പം പല്ലേക്കുന്നത്? മാ അക്കൽത്തു ലഹമൻ, ഞാൻ മാംസം തിന്നില്ലല്ലോ. മാംസമൊക്കെ തിന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ മാംസമൊക്കെ ഉണ്ടാവുമ്പോഴല്ലോ പല്ലേക്കണ്ട്. ഞാനങ്ങനെ മാംസം തിന്നിട്ടില്ലല്ലോ. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നക്ക അക്കൽത്ത ലഹ്മ അഖീക്ക്, നീ നിൻ്റെ സഹോദരൻ്റെ പച്ച മാംസപ്പം തിന്നതാണ്. അപ്പോൾ ശുദ്ധി വരുത്തുന്ന അർത്ഥം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം തിരുത്തുന്നർത്ഥം. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മുസ്ലിങ്ങളെ വിശുദ്ധരായ നല്ല മനുഷ്യന്മാരെ കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൻ്റെ രാവിൽ ജിബ്രീലിനൊത്ത്
നരക സ്വർഗവും കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഉരീത്തു അന്നാർ വൽ ജന്ന, എനിക്ക് സ്വർഗവും നരകവും അള്ളാഹു കാണിച്ചു തന്നു. ഫറായിത്തു, അപ്പോൾ ഞാൻ കണ്ടു, അക്വാമൻ, കുറേ ആളുകളെ, ലഹും അൽഫാറു മിൻ നുഹാസ്, അവർക്ക് ചെമ്പിൻ്റെ നഖ ഓൽക്കൊക്കെ അല്ല കൊടുത്തിരിക്കുന്നത്. കുറേ ആളുകൾ നരകത്തിലുണ്ട്. ആ നരകത്തിലുള്ള ആളുകൾക്കൊക്കെ ചെമ്പിൻ്റെ നഖ. ലഹും അൽഫാറു മിൻ നുഹാസ് യഹ്മിഷൂന ഉജൂഹും വ സുദൂറവും, അവർ ആ നഖം കൊണ്ട് അവരുടെ മുഖവും അവരുടെ മാറിടവും വലിച്ചു കീറുകയാണ് നഖം ഉപയോഗിച്ചിട്ട്. അപ്പം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ഹാവുലായ ജിബ്രീൽ, ആരാണ് ഈ വിഭാഗം ആളുകൾ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഹാവുലായി അല്ലദീന യഅ്കുലൂന ലുഹൂമന്നാസ്, ജനങ്ങളുടെ പച്ച മാംസം ജീവിതകാലത്ത് ദുനിയാവിൽ വെച്ച് തിന്നവരാണ്. ഓരോ ശിക്ഷയാണിത്. ഇത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ കാണിച്ചു കൊടുത്തല്ല നരകം. മറ്റുള്ളവരുടെ പറ്റി പരദൂഷണം പറയുന്ന ആളുകൾ ഓർക്കുക, ശിക്ഷ ഇതാണെന്ന്. മുഖവും മാർവിടവും വലിച്ചു കീറുകയാണ്. ഹാവുലായി ലദീന, മൻ ഹാവുലായി ചോദിച്ചപ്പോൾ ഹാവുലായി ലദീന യഅ്കുലൂന ലുഹൂമന്നാസ്, പിന്നെ വയഖഊന ഫീ അഗ്റാലിഹിം, അവരുടെ അഭിമാനത്തിൽ കൈവച്ചവരാണ്. ചിലർ അഭിമാനം പിച്ച് ചിന്ത ചെയ്യുക, അങ്ങനെ ചെയ്ത ഒരു തന്നെ അവസ്ഥ. മറ്റുള്ളവരുടെ അഭിമാനം പിച്ച് ചിന്തരുത്. നമുക്ക് മറ്റുള്ളവർക്ക് അഭിമാനം നൽകാൻ കഴിയില്ല, പക്ഷെ അഭിമാനം പിച്ച് ചിന്താം മെനക്കെടുത്ത്. അങ്ങനെ മെനക്കെടുന്നുള്ളൊന്നും മുസ്ലിങ്ങളല്ല. അവരുടെ ശിക്ഷയാണ് ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത്. അത് റസൂലുള്ളാഹിക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും റസൂൽ അത് തൻ്റെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്താണ് ഇപ്പം നമ്മൾ കേട്ടത്. അതുകൊണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട മറ്റൊരു കാഴ്ച നരകത്തിൽ കാണിച്ചു കൊടുത്തപ്പോഴേ ഒരു രംഗം കൂടി റസൂല കാണുക. എന്താ രംഗം എന്നറിയോ? റഅയ്തു നഹ്റൻ മിൻ ദമിൻ, രക്തത്തിൻ്റെ ഒരു ചോരപ്പുഴ നബി കണ്ടു. അവിടെ ഒരു ചോരപ്പുഴ. അപ്പോൾ ആ ചോരപ്പുഴയിൽ ചില ആളുകൾ നീന്തുന്നുണ്ട് രക്തത്തിൽ. അപ്പോൾ ഇങ്ങോട്ട് കരയിലേക്ക് നീന്തി വരികയാണ്. അപ്പം കരയുള്ള ആളുകൾ കരയിലേക്ക് കയറി വരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളെ കല്ലുകൊണ്ട് എറിഞ്ഞ് പുഴയുടെ മധ്യത്തിലേക്ക് നീക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങോട്ടും അങ്ങോട്ടും അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗം റസൂല കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ ഹാദല്ലദീ റഅയ്തുഹു ഫിൻ നഹർ, ഈ നരകത്തിൽ ഈ നദിയിൽ കരയിലേക്ക് വരാൻ നീന്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാം എന്നോട് നബി ചോദിക്കുക. ഫഖാല ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ആക്കിലു റിബ, പലിശ ഇടപാട് നടത്തിയവരാ. അങ്ങനെ ഇപ്പം ഈ ഇരിക്കുന്ന പള്ളിയിൽ ഞാനടക്കമുള്ള 95% ആളുകൾ ഇപ്പോൾ പലിശയിൽ ബന്ധപ്പെടുന്നത്. ഒരു രോഗി ആയാൽ പോലും ആ ഹോസ്പിറ്റലുകളിൽ പോലും ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് വരികയാണ്. ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇപ്പോൾ ചികിത്സ ഉള്ളൂ ഹോസ്പിറ്റലിൽ. ഇൻഷുറൻസ് ഇല്ല പറഞ്ഞാൽ ഡോക്ടർമാർക്ക് താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല, ഇപ്പം അനുഭവിച്ചുകൊണ്ട് പറയാം. പക്ഷെ എന്നോട് ആരും ചെയ്തില്ല. അത് കാരണം ഞാൻ പോയ ഹോസ്പിറ്റലും എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറും ഒരു മുസ്ലിമായിരുന്നു. അതുകൊണ്ട് എന്നോട് അന്വേഷിച്ചില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ കിടക്കുന്ന റൂമിൽ ഇൻഷുറൻസിൻ്റെ ആളുകൾ വന്നു. അതെന്തിനാ എന്നെ ചൂണ്ടടേ? കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പലിശയുമായി ഏതെങ്കിലും നിലക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ന്യായീകരിക്കും, രോഗം വന്നാൽ ആരാ മൂലം ചികിത്സിക്കാണ്ടാവുക, ആരെയും സഹായിക്കാണ്ടാവുമോ? അപ്പോൾ ഇൻഷുറൻസിൽ ചേരണ്ടേ? ഇൻഷുറൻസ് അള്ളാഹ്ക്കാണ് ഇൻഷുർ ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് ഇൻഷുർ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം അള്ളാഹ് പരിഹരിക്കും. അതിന് വല്ല ആരും വേണ്ട. അതാണ് സത്യം. പക്ഷേ അതിന് കുറച്ച് ഈമാൻ വേണം. ഈമാൻ ഇല്ലാത്തവൻ എന്താ ചെയ്യുക? രോഗം വന്നാൽ ചികിത്സിക്കുന്നുണ്ടെങ്കിലേ, ഇന്നത്തെ കാലാണ്. മൗലവി പറയുമ്പോൾ ഒന്നുമില്ല. മൗലവിക്ക് പല ആളുകളുണ്ടാവും, പക്ഷെ അമ്മക്കാരുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടങ്ങൾ ഈ ശിക്ഷ കണ്ടങ്ങൾ ഇത് എറിഞ്ഞ് അങ്ങോട്ട് തന്നെ ആക്കുക. ഇയാൾ അങ്ങോട്ടേക്ക് വരാൻ, കരയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളൊന്ന് വെറുതെ ആലോചിക്കുക, നിങ്ങളുടെയും നാളെ പരലോകത്തുള്ള അവസ്ഥ ഈ ഗതി വരുമോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ പോക്കലുണ്ടാവും പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 24 മണിക്കൂർ നിങ്ങളെ വണ്ടിക്ക് ലോൺ വേണോ, നിങ്ങളെ വീട്ടിൽ ലോൺ വേണോ വെച്ചിട്ട് നമ്മളങ്ങനെ വിളിക്കുക, നമ്മളെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക്. ഈ
രക്തപ്പുഴയിലേക്ക്. അപ്പം ഈ രക്തപ്പുഴയിൽ നീന്തി തുടിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണെന്ന് പലിശയുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരും ചിന്തിക്കുക കേട്ടോ. പരിശുദ്ധ റമദാൻ വന്നിട്ട് നോമ്പും നോറ്റിട്ട് ഒന്നും കാര്യമില്ല. കുറേ സാമ്പത്തികമായ വിശുദ്ധിയും കൂടി ആണും പെണ്ണും ഒരു ഏത് വണ്ടിയും വലയിലും ഇപ്പം ആണും പെടും പെണ്ണും പെടും. കാരണം ഇപ്പം പെണ്ണുങ്ങളൊക്കെ സാമ്പത്തികമായ കൈകാര്യകർത്തം നടത്തണമല്ലോ എല്ലാ പുരയിലും. ഒരു പുരയും ബാക്കിയില്ല. കാരണം ഓള കൈമലാണ് ഇപ്പോൾ സാമ്പത്തികം, ഓളാണ് എല്ലാം ചെയ്യുന്നത്. അതിന് പ്രധാന കാരണം ഒന്നും നമ്മളിപ്പോൾ വാങ്ങിക്കൊടുക്കില്ല. ഇപ്പോൾ ഓൺലൈനിലാണ് ഓളെല്ലാം വാങ്ങുന്നത്, ഓൺലൈനിലാണ്. ഇപ്പം കച്ചവടക്കാർക്കൊക്കെ അറിയാം, ഒക്കെ ഓൺലൈനിൽ പുരയിലെത്തുമല്ലോ. ഫുഡ് വേണോ അതുണ്ട്, അതിനൊക്കെ ഓരോരോ ആപ്പാണ്. അതിൻ്റെ പേര് തന്നെ ആപ്പ് എന്നാണ്. ആ എല്ലാ ആപ്പിലും നമ്മളുണ്ട്. തന്നെ നിങ്ങൾ ഫുഡ് വാങ്ങുന്നതോ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ സാധനം വാങ്ങുന്നതല്ല പറഞ്ഞാൽ കൈകാര്യകർത്തത്തെ മാറുകയാണ്. പുരുഷന്മാർ വീട്ടിലേക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കൊടുക്കാനുള്ള സമ്പ്രദായം നിന്നു. പെണ്ണുങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യാം. ഒരു വീട്ടിലിട്ട് പർച്ചേസ് ചെയ്യാം. ഓൽക്കൊന്നും വേറെ അങ്ങോട്ട് പോണ്ട, ഒന്നും ആലോചിക്കുന്നില്ല. ഒക്കെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നത്. എളുപ്പമല്ല, ഇതൊക്കെ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ നിങ്ങളെ വേണ്ടവർക്ക് ഇന്നെന്തിനാ നിങ്ങളെ മറ്റേ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനമാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് നിങ്ങൾ വാങ്ങിച്ച സാധനം ഓളെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതോള് ഭവ്യതയോടുകൂടി സ്നേഹത്തോടുകൂടി അത് ഏറ്റുവാങ്ങുന്നു. ആ ഒരു രംഗങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ തമ്മിൽ ബന്ധം വരിക, നമ്മളെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു സുദൃഢമായ ബന്ധം. ഈ സാധനം കൊണ്ടു കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും അല്ലേ. നേരെ മറിച്ച് ഇപ്പോഴുള്ള കുട്ടികൾക്ക് പോലും ബാപ്പനോടല്ല ബന്ധം, ഓൺലൈൻ ബിസിനസ്സുകാരോടാണ്. കാരണം ഓൽക്ക് പൈസ കൊടുക്കണം, ഓല ഇവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഓലാണ് ഇവിടുത്തെ ഈ വീട്ടിലെ ഗ്രഹനാഥൻ. ആ അവസ്ഥയിലേക്ക് മാറി അല്ലേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം എൻ്റെ ഈ സെറ് നിങ്ങൾക്ക് ഇല്ലായിരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയല്ലേ. അപ്പോഴാണ് വീണ്ടും ഇയാൾ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം, നിങ്ങളെ ജീവിതം നാളെ അവസാനിക്കുമ്പോഴേ നമ്മൾ കണ്ണവസാനം ചിമ്മി കൊടുക്കണ്ടേ. എന്തൊക്കെ പറഞ്ഞാലും ഏത് ഇൻഷുറൻസ് ഉണ്ടായാലും മരണത്തിന് ഇൻഷുറൻസ് ഇല്ലല്ലോ, ഒരു ഹോസ്പിറ്റലും ഇല്ലല്ലോ. മയ്യത്ത് ഇങ്ങോട്ട് തരിക ചെയ്യുക അല്ലേ. അപ്പോൾ ആ മയ്യത്തിൻ്റെ പൈസ കൊണ്ടാണ് കൊടുത്തിട്ട് പോരാ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ടാച്ചിട്ട് പറയാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാർക്കൊക്കെ കൊടുക്കേണ്ട സ്ഥാനം തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതനുസരിച്ച് നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്ഥാനം എന്നാൽ സാമ്പത്തിക ഇടപാടൊക്കെ ഇപ്പോൾ ഓളാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഓൾ പലിശക്കായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ബാങ്കായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ പണി ഇപ്പോൾ ഓളെ കൈമല. നിങ്ങളെ പൈസയൊക്കെ ഓളാണ് കൈകാര്യം ചെയ്യണത്. അപ്പം ഓള് വിചാരിക്കുക എന്താ, എന്നെ സ്നേഹിക്കുക എന്നല്ല. ഭർത്താവ് ഓളെ ഈ ചോരപ്പുഴയിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ഈ രംഗം അപ്പം അറിയണം, ഭാവനയെ കാണണം. എന്താ പറഞ്ഞത്, രക്തപ്പുഴയിൽ നീന്തിയിട്ട് കരക്ക് വേണ്ടി എത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കരയിലുള്ള ആളുകൾ എറിഞ്ഞ് അങ്ങോട്ട് നാട്ടുക. ആരായി കരയുള്ളവർ? നമ്മളെ കുടുംബക്കാർ, ഈ ഓളെ ഈ പലിശ ഉപയോഗിച്ചവർ അല്ലേ. എറിഞ്ഞ് അങ്ങോട്ട് നാട്ടുക. അയാൾ വീണ്ടും കരക്കെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോഴാണ് ചോദിക്കുന്നത് ഇതാരാണ്. അപ്പം ജിബീൽ എന്താ പറഞ്ഞാൽ, ആക്കിലൊരു രീബ, അവർ പലിശ ഇടപാട് നടത്തിയല്ല ആ നീന്തുന്നത് ആ രക്തപ്പുഴയിൽ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും കൂടി വന്നു, ആ നീന്തുന്ന ആളുകളുടെ ഒരു അടയാളുണ്ട്. എന്താ പറയുക, ലഹും ബുത്തൂനുൻ കബീർ, അവർക്ക് വലിയ ബുത്തൂനുൻ കബീറ, വലിയ നല്ല വലുപ്പമുള്ള പള്ളുണ്ടാവും ഇത് നീന്തുന്നവർക്ക്. ഈ രക്തപ്പുഴയിൽ നീന്തുന്ന പാപിക്ക് വലിയ വലിയ പള്ളയാണ്. ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, എല്ലാ ബാങ്കിൻ്റെ എംബ്ലം എന്താ, ബാങ്കിൻ്റെ എംബ്ലം നോക്കേണ്ടി വലിയൊരു പള്ളിയും ചെറിയൊരു കയ്യും കാലുള്ളൊരു സാധനമാണ് ഓലെ എംബ്ലം. ഇത് കൊണ്ടായ ഇവിടുന്ന് ഓലി ഹദീസ് പഠിച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഓലെ എംബ്ലം അതാ, വലിയൊരു പള്ള. റസൂൽ പറയാം, ലഹും ബുത്തൂൻ കബീറ ലാ യഖ്ദിറൂന യതജവ്വലൂന നഖ്ലിയും, അവർ ഈ പലിശ തന്നതിനാൽ നിൽക്കുന്നിടത്ത് അനങ്ങാൻ കഴിയില്ല. ആ വിധം അത്രയും വലിയ പള്ളേ. എന്നിട്ടാണ് നീന്തുന്നത്, എന്നിട്ടാണ് അങ്ങോട്ട് അടിച്ചാട്ടുന്നത്. അപ്പം അതുകൊണ്ട് പലിശയുമായൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, പരദൂഷണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ മരിച്ചു പിരിയുന്നതിന് മുമ്പ് വിശുദ്ധരാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.
അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരല്പസമയം ഖുത്ബ ഒന്ന് ചുരുക്കുകയാണ്. ചുരുക്കാൻ കാരണം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിഅ്റാജിൻ്റെ രാവിൽ നരകത്തിൻ്റെ കാവൽ നിൽക്കുന്ന മലക്ക് മാലിക്കിനെ കണ്ടു അവിടെ വെച്ചു. അപ്പം റസൂലുള്ള പറയാ, റഅയ്തു മാലിക്കൻ, ഞാൻ മാലിക്കിനെ കണ്ടു. എല്ലാ കവാടത്തിലും റസൂലുള്ളാഹിൻ്റെ ആകാശ യാത്രയിൽ പലരെയും കാണുന്നുണ്ട്, പലർക്കും സലാം ചെല്ലുന്നുണ്ട്, സലാം മടക്കുന്നുണ്ട്, പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ മാലിക്കിനെ കണ്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലം യൽഹഖ്, അദ്ദേഹം ചിരിക്കുന്നില്ല. വളരെ ഗൗരവത്തിലാണ് മാലിക്. നരക കവാടത്തിന് കാവലിക്കുന്ന മലക്കിൻ്റെ പേരാ മാലിക്. മാലിക്കിൻ്റെ ശരീരപ്രകൃതി തന്നെ ഭയങ്കര ഗൗരവമാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് റസൂലുള്ള ചോദിച്ചു, എന്താ മാലിക് ഇങ്ങനെ എത്രയും സഗൗരവം, ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ലം യൽഹഖ് മുൻദു ഖുലിഖ്, സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ മാലിക് ചിരിച്ചിട്ടില്ല ആരോടും. ഒലൗ ലുഹിക്ക ഇല അഹദിൻ, ആരോടെങ്കിലും ചിരിക്കുകയാണെങ്കിൽ ലഹിക്ക ഇലയിക്ക, നിങ്ങളോട് ചിരിക്കുമായിരുന്നു. മുഹമ്മദ് നബിയെ അഷ്റഫുൽ ഹൽക്കിനോട് ചിരിക്കുമായിരുന്നു, ആരോടും ചിരിച്ചില്ല. അത്ര സഗൗരവമുള്ള ആളാണ് നരകത്തിൻ്റെ കാവൽ. അതിൻ്റെ കാരണം അറിയാലോ, നരകത്തിലേക്ക് എത്തിയിട്ട് നമ്മൾ നെലിയും വിളിയും കൂട്ടിയാലൊന്നും കഴിച്ചിലാവില്ല അർത്ഥം. ഒരു ചിരി പോലും ഇല്ലാത്ത മലക്ക ചിരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിനോട് ചിരിക്കേണ്ടിയിരുന്നു, ഇത്ര ഗൗരവമുള്ള. അപ്പോൾ റസൂലുള്ള മാലിക്കിനെ കണ്ടു, മാലിക്കിൻ്റെ അവസ്ഥ. ഇനി റസൂലുള്ള ചില ആളുകൾ അവിടെ സ്വന്തം തല പാറയിൽ വെച്ച് അടിച്ചിട്ട് തല രണ്ടായി പിളർക്കുകയാണ്. നബി കാണുക നരകത്തിലെ തുർലഹു റൂസഹും ബി സഹർ, അവർ പാറൻ്റെ മുകളിൽ തല വെച്ചടിച്ചിട്ട് തല പിളർത്തുകയാണ്. ഒരു വിഭാഗം ആളുകളുടെ ശിക്ഷയാണ്. സ്വന്തം തല സ്വന്തം തന്നെ പാറൻ്റെ മുകളിൽ കൊണ്ട് അടിച്ചിട്ട് തകർക്കുകയാണ്. അപ്പോൾ സ്വയം തല തല്ലിപ്പൊളിക്കുന്നു. തല്ലിപ്പൊളിച്ച തല പൂർവ്വസ്ഥാനത്തേക്ക് വീണ്ടും എത്തുന്നു. അത് അള്ളാഹ്. അപ്പോൾ ഇയാൾ വീണ്ടും തകർക്കുന്നു, വീണ്ടും മറ്റേ അള്ളാഹുവിൻ്റെ ഇതുപ്രകാരം പൂർവ്വസ്ഥിതിയിലേക്ക് തല മാറുന്നു. ഈ രംഗാണ് ഇന്ന് റസൂല കാണുന്നത്. അപ്പോൾ റസൂല ചോദിച്ചു, മൻ ഹാവുലായി യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലെ? അപ്പോൾ ജിബ്രീലിൻ്റെ മറുപടി, ഹാവുലായി ലദീന തസാക്കൽത്ത് റൂസഹും മനി സലാത്ത്, അവർ നമസ്കരിക്കാൻ വേണ്ടി തല താഴ്ത്താത്തവരാണ്. ഭൂമിയിൽ ജീവിച്ച നാളിൽ നിസ്കരിക്കാൻ തല താഴ്ത്താത്ത ആളുകളാണ്. ഇപ്പം കുറേ ആൾക്കാർ നിസ്കരിക്കാത്തല്ലേ, തീരെ നിസ്കരിക്കില്ല. സംഭവം എത്ര പറഞ്ഞു വിട്ടാലും നിസ്കരിക്കില്ല. പക്ഷെ ഓൻ സ്വയം അനുഭവിക്കുന്ന ശിക്ഷയാണെന്ത്? ഓൻ്റെ സ്വന്തം തല ഓൻ തന്നെ പൊളിക്കുകയാണ്. ആലോചിച്ച് നോക്കുന്നത് മാതല്ല, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം അറിയോ, നമ്മളൊന്നും ചിലപ്പോൾ അറിയാതെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഓർക്കില്ല ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന്. അപ്പം അതുകൊണ്ട് സ്വയം തല തല്ലിപ്പൊളിക്കുകയാണ്. ഇതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, ഹൗലായി ലദീന യതക്കാസലൂന അൻ അദായി സ്വലാത്തി ഫി വഖ്തിഹ, നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കാത്തവരാണ്. ഒന്ന് നമസ്കരിക്കാത്തവരാണ്, ഒന്ന് നമസ്കാരത്തിൽ മടി കാണിച്ചവരാണ്, രണ്ടാമത്തെ തല പൊളിക്കുന്നവർ. നമ്മളിവിടുന്ന് മയ്യത്ത് മാത്രമേ മറാടാൻ കൊണ്ടുപോകണുള്ളൂ. പക്ഷെ മയ്യത്ത് മറാടാൻ കൊണ്ടുപോയ മയ്യത്തിൻ്റെ അവസ്ഥ പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. നമ്മളെ മയ്യത്ത് ഇതുപോലെ കൊണ്ടുപോയി മറാടണ്ടേ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകളിൽ നിന്ന് ഇത് കാഴ്ചകളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞു തരുന്നതിനാ അറിയോ, നമ്മളെ ജീവിതത്തിൽ ഇത് അനുഭവിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം കാക്കട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നത്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വിഷയമാണ്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ഗീബത്ത് പറയരുത്, മറ്റുള്ളവരുടെ പച്ചമാംസം ഭക്ഷിക്കരുത്, അല്ലേ? ഇതൊക്കെ ആരെ വിളിച്ചാൽ പറഞ്ഞത്? മുസ്ലിങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനൂ ജിത്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മു ഫലാ തജസ്സസു വലാ യഗ്തബ് ബഅലുക്കും ബഅല. നിങ്ങൾ പരസ്പരം
ഗീബത്ത് പറയരുത്, പച്ചമാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് ഒരിക്കലും ഒരു മിമ്പറിനെ കൊണ്ട് ഖുത്ബ നടത്തി. സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഫനാദാ ബി സൗത്തിൻ റഫീ, അത്യുച്ചത്തിലുള്ള ശബ്ദത്തിലാണ് നബിയെ ഖുത്ബ നടത്തി. ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ട് അതിശക്തമായ ഉച്ചത്തിലാണ് നബിയെ ഖുത്ബ നടത്തിയത്. അപ്പോൾ ഫഖാല, നബി വിളിച്ചു, യാ മാഇശറൽ മൻ അസ്ലമ ബിലിസാനി, നാവ് കൊണ്ട് മാത്രം മുസ്ലിങ്ങളായവരെ. എന്താ വിളിച്ചത്? നാവ് കൊണ്ട് മാത്രം, കർമ്മം കൊണ്ടല്ലാതെ നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ അള്ളാഹുവിൻ്റെ റസൂൽ വിളിക്കുക. അത് അർത്ഥം മനസ്സിലായി. നാവ് കൊണ്ട് വലിയ മുസ്ലിമാണ്, പക്ഷെ കർമ്മം കൊണ്ടില്ല. യാ മാഇശറമൻ അസ്ലമ ബിൽ ലിസാനി വലം യഫ്ലിൽ ഈമാന ഇലാ കൽബിഹി, മനസ്സിലേക്ക് ഈമാൻ ഒരല്പം പോലും പ്രവേശിച്ചിട്ടില്ലാതെ നാവ് കൊണ്ട് മാത്രം മുസ്ലിമായവരെ ലാ തൂദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ ദ്രോഹിക്കരുത്. ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട്, ഗീബത്ത് പറഞ്ഞിട്ട്, അവരുടെ സ്വകാര്യം അടർത്തിയെടുത്ത് പരസ്യപ്പെടുത്തിയിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ വലാ തുഅയ്യിറൂഹും, നിങ്ങൾ അവരെ വഷളാക്കരുത്. മുസ്ലിങ്ങളെ നിങ്ങൾ ഒരിക്കലും വഷളാക്കരുത്. പിന്നെ വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ സ്വകാര്യതകൾ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കരുത്. സ്വകാര്യ ജീവിതത്തിൽ പരിശോധിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ പോരായ്മകൾ. നമ്മളൊക്കെ സ്വകാര്യ ജീവിതത്തിൽ അത്ര വലിയ ശുദ്ധരൊന്നല്ല, ആണോ? അതുകൊണ്ടല്ലേ ക്രൈസ്തവ സമൂഹം ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ. പക്ഷെ ആ സമൂഹത്തിൽ കല്ലെറിയാൻ ആരും ഉണ്ടായില്ല. പക്ഷെ ഇസ്ലാമിൻ്റെ സമൂഹത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്യാത്തവർ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. മനസ്സിലായോ? അതൊരു ഉമ്മത്താണ്. ആ ഉമ്മത്തിനെ അങ്ങനെ ആക്കിയെടുത്തതാണ്. ഇതുപോലെ സംസ്കരിച്ചെടുത്ത ക്ലാസ്സുകൾ കൊടുത്തിട്ട്. അപ്പം അതുകൊണ്ട് റസൂല പറയുന്നത്, നിങ്ങൾ ആരുടെയും ഔറത്തുകൾ രഹസ്യങ്ങൾ ചൊരിഞ്ഞന്വേഷിക്കരുത്, അത് അങ്ങനെ എടുക്കാൻ പാടില്ല, എന്നിട്ട് വഷളാക്കരുത്. ഇനി ഫൈനഹു മൻ തത്തബ ഔറത്ത് അഖീഹി, ഒരു സഹോദരൻ്റെ ന്യൂനത നിങ്ങൾ ചികന്നന്വേഷിച്ച് കണ്ടെത്തി അത് പരസ്യപ്പെടുത്തിയാൽ, അള്ളാഹുവിൻ്റെയും തത്തബ അള്ളാഹു ഔറത്തഹു വലൗ ഫി ജൗഫി റഹിലിഹി, ആരാരും അറിയാതെ നിന്റെ വീട്ടിൻ്റെ അകത്തളത്തിൽ കൂരിട്ടിൽ വെച്ച് നീ ചെയ്ത തെറ്റ് അള്ളാഹു സ്വകാര്യമായി കണ്ടെത്തി അത് നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ലോകരുടെ മുമ്പിൽ അള്ളാഹു നിന്നെ വഷളാക്കും. അപ്പം ഞാനൊരാളെ വഷളാക്കുമ്പോൾ ഞാൻ ഓർക്കുക, അള്ളാഹു എന്നെ പരലോകത്ത് എൻ്റെ സ്വകാര്യതകൾ ചൊരിഞ്ഞന്വേഷിച്ച് കൊണ്ടുവന്ന് അള്ളാഹു എന്നെ ശിക്ഷിക്കും. നേരെ മറിച്ച് ഞാനൊരാളുടെ ന്യൂനതകൾ മറച്ചു വെച്ചാലോ അള്ളാഹു എൻ്റെ ന്യൂനതകൾ പരലോകത്ത് മറച്ചു വെക്കും. ഇതൊക്കെ നമുക്കറിയാലോ. മൻ സത്ര ഔറത്തഹു, ആരെങ്കിലും ഔറത്ത് ന്യൂനതകൾ മറച്ചു വെച്ചാൽ സത്രല്ലാഹു ഔറത്തഹു, അവൻ്റെ ഔറത്ത് അള്ളിയും മറച്ചു വെക്കും. അപ്പം അതുകൊണ്ട് വളരെ വിശുദ്ധരായി ജീവിക്കുക. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബിനോട് മാപ്പ് ചോദിക്കുക. അർഹമുൻ റാഹിമിനായ റബ്ബ് എന്നിലും നിങ്ങളിലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും മഹത്തായ റബ്ബിൻ്റെ ഫഅല് കൊണ്ട് അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പായി തിരുമാറാകട്ടെ. പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധദാസന്മാരായി യാത്ര പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ വലതു കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാനരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അള്ളാഹു എളുപ്പം വിചാരണ നടത്തി സ്വർഗപ്രവേശനം നൽകുന്ന മുത്തക്കൈകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.